Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School Alappuzha. 2024 CUET എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് നീറ്റ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾ MBBSും BDSും ഒക്കെ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ MBBS കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ളൊരു കോഴ്സാണ് അഗ്രികൾച്ചർ സെക്ടറിലെ ഡിഫറൻറ്റ് കോഴ്സുകൾ. ഈ അഗ്രികൾച്ചർ സെക്ടറിലെ ഡിഫറൻറ്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ ഈ വർഷം എഴുതേണ്ടിയിരുന്ന എക്സാമിനേഷനാണ് CUET എക്സാമിനേഷൻ. ആ CUET എക്സാമിനേഷൻ എഴുതി ICARൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ICARൻ്റെ അണ്ടറിൽ വരുന്ന 52 ഡിഫറൻറ്റ് യൂണിവേഴ്സിറ്റികളിലെ 12 ഡിഫറൻറ്റ് കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. സെപ്റ്റംബർ 1 ഈവനിങ് വരെയാണ് ലാസ്റ്റ് ടൈം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഗ്രികൾച്ചർ സെക്ടറിലെ ഏതെങ്കിലും ഒരു കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോഴ്സുകളിലൊന്നായ അഗ്രികൾച്ചർ സെക്ടറിലെ ഏതെങ്കിലും ഒരു കോഴ്സ്, ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ, അഗ്രികൾച്ചർ, ഫിഷറി സയൻസ്, ഇതേപോലെ പോകുന്ന 12 ഡിഫറൻറ്റ് കോഴ്സുകളിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ICARൻ്റെ വെബ്സൈറ്റിലൂടെ ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള സമയം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിനായി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ICAR വെബ്സൈറ്റായ ICRadmissions.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേപോലൊരു വെബ്സൈറ്റിലേക്ക് നമുക്ക് വരും. ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പേജ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം യൂണിവേഴ്സിറ്റി വൈസ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് ഫീ സ്ട്രക്ചർ. അതായത് ഈ ICARൻ്റെ അണ്ടറിൽ വരുന്ന നമുക്ക് കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള മുഴുവൻ യൂണിവേഴ്സിറ്റികളുടെയും ഡീറ്റെയിൽസ്, ഈ 52 യൂണിവേഴ്സിറ്റികളും ആ ഓരോ യൂണിവേഴ്സിറ്റികളെയും ഏതൊക്കെ കോഴ്സുകളുണ്ട്, ആ കോഴ്സുകൾക്ക് വരുന്ന ഫീസ് എത്രയാണ്, എല്ലാ ഡീറ്റെയിൽസും ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. സെക്കൻഡ് വൺ, ICAR കട്ട് ഓഫ് റാങ്ക് അഡ്മിഷൻ 2023. 2023 ICARൻ്റെ ത്രൂ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ഏതൊക്കെ റാങ്കിലുള്ള വിദ്യാർത്ഥികൾക്ക്, അത് കാറ്റഗറി വൈസ് തന്നെ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെ റാങ്കുകൾ ഇതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ, ICAR UG ഓൺലൈൻ കൗൺസിലിംഗ് ബ്രോഷർ. ഈ വർഷത്തെ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ടൈം ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിങ്ങിൻ്റെയും ഒക്കെ നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് ഉള്ള നടക്കുന്നത് പോലെ തന്നെ 4 അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെയാണ് ICARൻ്റെയും ഓപ്ഷൻ രജിസ്ട്രേഷൻ, ചോയ്സ് ഫില്ലിങ്ങും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങും നടക്കുന്നത്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, മോപ്പപ്പ് റൗണ്ട്. അപ്പോൾ ഈ 4 റൗണ്ടിലും വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. പക്ഷേ ആദ്യ റൗണ്ടിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ നിന്നൊരു ക്യാമ്പസ് അഡ്മിഷൻ ലഭിച്ചാൽ നിർബന്ധമായും കോഴ്സുകളിൽ ജോയിൻ ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അടുത്ത സെക്കൻഡ് റൗണ്ടിലേക്കോ തേർഡ് റൗണ്ടിലേക്കോ മുന്നോട്ട് പോകാനുള്ള പെർമിഷൻ ലഭിക്കത്തില്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്തു, ഒരു കോഴ്സ് ലഭിച്ചു, അവർക്ക് കോഴ്സ് ക്യാമ്പസിൽ ജോയിൻ ചെയ്യാം. അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാം, തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാം. ഈ 3 റൗണ്ടിലും പങ്കെടുത്തിട്ട് ഒരു കോഴ്സ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ മാത്രമാണ് മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുപ്പിക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഈ ചോയ്സ് ഫില്ലിംഗ് തുടങ്ങുന്ന നിമിഷം മുതൽ ഓഗസ്റ്റ് 1 ആണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായി നമ്മുടെ ചോയ്സുകൾ, നമുക്ക് ഇഷ്ടമുള്ള ചോയ്സുകൾ, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സ് വേണമെന്നുള്ളത് നമുക്ക് അർഹതപ്പെട്ട ഇന്ത്യ മുഴുവനുള്ള ഇത്രയും യൂണിവേഴ്സിറ്റികളുടെ ഒരു കോഴ്സ് ലഭിക്കാനായിട്ട് വിദ്യാർത്ഥികൾ ഇത് കൃത്യമായിട്ട് തന്നെ ചെയ്യുക. ഇനി ഇതിനോടൊപ്പം തന്നെ ഇതിപ്പോൾ ഓൾ ഇന്ത്യ ഒരു കൗൺസിലിംഗ് ആണ്. അതായത് അഗ്രികൾച്ചർ സെക്ടറിലെ കോഴ്സുകളിലേക്ക് ഓൾ ഇന്ത്യ വൈസ് ഉള്ള ഒരു അഡ്മിഷൻ്റെ കൗൺസിലിംഗ് ആണ്. ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിലെ, കേരള സ്റ്റേറ്റിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഇതേപോലെയുള്ള ഡിഫറൻറ്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ നമ്മൾ കേരളയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ്, അലൈഡ് കോഴ്സുകളുടെ, കേരളയുടെ അലോയ്ഡ് കോഴ്സുകൾക്ക് നമുക്കറിയാം ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ബാങ്കിങ്, ബയോടെക്നോളജി, ഇതുപോലുള്ള കോഴ്സുകളിലേക്കെല്ലാം അഡ്മിഷൻ നടക്കുന്നത് കേരള എൻട്രൻസ് കമ്മീഷനുടെ കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെയാണ്. ആ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഇപ്പോൾ MBBSൻ്റെയും BDSൻ്റെയും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, ഇനി സെക്കൻഡ് റൗണ്ട് കഴിയുന്ന സമയമാകുമ്പോൾ കേരളത്തിൻ്റെ അലൈഡ് കോഴ്സുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് അഗ്രികൾച്ചർ, നമ്മുടെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ 85% സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ആ കേരളത്തിൻ്റെ അലൈഡ് കോഴ്സുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനിലും വിദ്യാർത്ഥികൾ പങ്കെടുക്കണം. അപ്പോൾ ഇതൊരു ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണ്. ICAR വഴി ഇന്ത്യ മുഴുവനുള്ള 52 യൂണിവേഴ്സിറ്റികളുടെ
ക്യാമ്പസുകളിലേക്ക്. അവിടെ 15% സീറ്റ് അല്ല, നമുക്ക് MBBS BDS ഒക്കെ ആണെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ 15% സീറ്റാണ് ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ICAR ഫില്ല് ചെയ്യുന്നത് ഇന്ത്യ മുഴുവനുള്ള 52 യൂണിവേഴ്സിറ്റികളിൽ മജോറിറ്റി യൂണിവേഴ്സിറ്റികളുടെയും 100% സീറ്റുകളാണ്. സ്റ്റേറ്റ് വൈസ് വരുന്ന കുറച്ച് യൂണിവേഴ്സിറ്റിയുടെ മാത്രമാണ് 15 to 20% സീറ്റുകൾ ഫില്ല് ചെയ്യുക. അപ്പോൾ അത്രയും ക്യാമ്പസുകൾ കൂടുതലുള്ള, സീറ്റുകൾ കൂടുതലുള്ള ഏറ്റവും മികച്ച കോഴ്സായ 12 ഡിഫറെൻറ്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്ന ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ കൃത്യമായിട്ട് പങ്കെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ICARൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളും ഇൻസ്ട്രക്ഷൻസും മനസ്സിലാക്കാൻ ബ്രോഷറിലൂടെ നമുക്കൊന്ന് പോകാം. ബ്രോഷർ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ICAR UG ഓൺലൈൻ കൗൺസിലിംഗ് ബ്രോഷർ. ഈ ബ്രോഷറിൽ പ്രത്യേകം ഉണ്ട് ഓൾ സ്റ്റേറ്റ് വൈസ് ഉള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ 20% സീറ്റും ഇനി 100% സീറ്റ് ഫില്ല് ചെയ്യുന്ന ICARൻ്റെ NDRI കാർണൽ, ICAR IARI ന്യൂഡൽഹി ഇതേപോലെ വരുന്ന ക്യാമ്പസുകളിലെല്ലാം 100% സീറ്റുകളും ഫില്ല് ചെയ്യുന്നത് ICAR ആണ്. അപ്പോൾ ഈ ഓരോ യൂണിവേഴ്സിറ്റി 52 യൂണിവേഴ്സിറ്റികളുണ്ട്, അത് 20% സീറ്റുകളുള്ളതും 100% സീറ്റും ഫില്ല് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ഇതൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഇനി ഈ കോഴ്സ് തന്നെ പഠിക്കാൻ നമ്മുടെ സ്റ്റേറ്റിനേക്കാൾ ഇന്ത്യ മുഴുവനുള്ള ഡിഫറൻറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ അത്രയും നല്ല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്ന, എക്സ്പ്ലോഷർ കിട്ടുന്ന യൂണിവേഴ്സിറ്റികൾ നോക്കി സെലക്ട് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാനും ഈ ഫീൽഡിൽ ഏറ്റവും മികച്ചൊരു പൊസിഷനിലേക്ക് എത്താനും ഒക്കെ ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും അധികം ഹെൽപ്പ് ആകുന്നതായിരിക്കും ഒരു ക്യാമ്പസ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റിന് തന്നെ പ്രയോറിറ്റി കൊടുക്കാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് ഒരു പഠനത്തിനായി തിരഞ്ഞെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി ഈ ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 500 rupees രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. അങ്ങനെ രജിസ്ട്രേഷൻ ഫീ അടച്ച് നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ ഈ ചോയ്സ് ഫില്ല് ചെയ്യുന്നതിന് ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് നമുക്ക് തരുന്നത് 1 September 2024 11:59 PM, അതായത് 1/9 സെപ്റ്റംബർ 1-ാം തീയതി രാത്രി 11:59 വരെ മാത്രമാണ് നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള സമയമുള്ളത്. അങ്ങനെ ചോയ്സ് ഫില്ല് ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ഫസ്റ്റ് റൗണ്ടിൽ നിന്നും 6-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. സെപ്റ്റംബർ 6-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡിക്ലെയർ ചെയ്യും. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡിക്ലെയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ 8-ാം തീയതി ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള ലിസ്റ്റ് നമുക്കിപ്പോൾ നോക്കാം. ഈ ബ്രോഷറിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 10,000 rupees ICARൻ്റെ വെബ്സൈറ്റ് ത്രൂ ക്യാഷും അടയ്ക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളുടെ ക്രോസ് വേരിഫിക്കേഷനാണ് മുമ്പോട്ടുള്ള ഡേറ്റുകളിൽ. 12th മുമ്പായിട്ട് അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഫീസ് അടച്ച് അവരുടെ അഡ്മിഷൻ ഉറപ്പാക്കുകയും വേണം. അഡ്മിഷൻ ലഭിക്കാതിരിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുക. അങ്ങനെ സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും ആ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മോപ്പപ്പ് റൗണ്ടും ഉണ്ട്. എല്ലാ റൗണ്ടിൻ്റെയും ഡേറ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുക. ഇനി ഈ ബ്രോഷറിന്റെ തന്നെ 13th പേജിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഒരു അഡ്മിഷൻ നമുക്ക് ലഭിച്ചാൽ, ഒരു അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായ ലിസ്റ്റ് ഈ ബ്രോഷറിലുണ്ട്. ഫസ്റ്റ് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വേണം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതേപോലെ മൊത്തം 14 ഡോക്യുമെന്റ്സുകളാണ് ഒരു വിദ്യാർത്ഥി അപ്ലോഡ് ചെയ്യേണ്ടത്. സെക്കൻഡ് ഡോക്യുമെന്റ് 10th-ന്റെയും 12th-ന്റെയും മാർക്ക് ഷീറ്റ് വേണം, ഗ്രേഡിൻ്റെ റിപ്പോർട്ട്സ് ഇതെല്ലാം വേണം. തേർഡ് ഡോക്യുമെന്റ് TC വേണം. ദെൻ ഫോർത്ത് വൺ NTA ഇഷ്യൂ ചെയ്തിരിക്കുന്ന CUET എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ് വേണം. ഫിഫ്ത്ത് വൺ കൺഫർമേഷൻ പേജ് വേണം. NTA നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആ പേജ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ ICARൻ്റെ റാങ്കിൻ്റെ എലിജിബിലിറ്റി നമുക്ക് ലഭിച്ചിരിക്കുന്നതിൻ്റെ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ കൃത്യമായിട്ട് ആ 14 ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഒരു കാൻഡിഡേറ്റ് കൃത്യമായിട്ട് ഒരു അഡ്മിഷൻ ലഭിച്ചു കഴിയുമ്പോൾ ICARൻ്റെ ഈ 52 യൂണിവേഴ്സിറ്റികളിൽ ഓൾ ഇന്ത്യ വൈസുള്ള ഏതെങ്കിലും ഒരു ക്യാമ്പ്, അത് കേരളത്തിലാവട്ടെ, തമിഴ്നാടോ കർണാടകയോ പഞ്ചാബോ ഏത് സ്റ്റേറ്റിലാവട്ടെ, ഏറ്റവും മികച്ച ക്യാമ്പസുകൾ നോക്കിക്കൊണ്ട് നമ്മളൊരു ഓപ്ഷൻ കൊടുക്കുക. അവിടെ ഒരു അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ
നമ്മൾ മനസ്സിലാക്കണം, MBBS കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് അഗ്രികൾച്ചർ സെക്ടറിലെ ഡിഫറൻറ്റ് കോഴ്സുകൾ. ആ 12 കോഴ്സുകളിൽ ഏറ്റവും മികച്ചൊരു കോഴ്സാണ് അഗ്രികൾച്ചർ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരു കോഴ്സിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ കൃത്യമായി ക്യാമ്പസുകളെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് ഓപ്ഷൻസ് കൊടുക്കുക, കൃത്യമായി ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കുക. ഇനി ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പാരലായിട്ട് നടക്കുന്ന മറ്റുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻസ്, ഇനി നമ്മുടെ ഓൾ ഇന്ത്യയുടെ മെഡിക്കലിൻ്റെ അലോട്ട്മെൻറ്റ് നടക്കുന്നു, സ്റ്റേറ്റ് മെഡിക്കലിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് നടക്കുന്നു, വെറ്റിനറിയുടെ ഇതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ആയുർവേദം ഹോമിയോ കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുന്ന ആയുഷിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടക്കുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഡേറ്റുകൾ ഒരു ഡയറിയെ നോട്ട് ചെയ്ത് വെച്ച് എല്ലാ ചോയ്സ് ഫില്ലിങ്ങിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പങ്കെടുക്കുക. ഇനി ഓരോ എൻട്രൻസിൻ്റെയും ഓരോ അലോട്ട്മെൻറ്റിൻ്റെയും കൃത്യമായ ഡേറ്റുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ചോയ്സ് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എത്താൻ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഇനി ഈ വർഷം ഏറ്റവും മികച്ച ഒരു കോഴ്സ് ലഭിക്കാതെ പോയി, എനിക്കതിലേക്ക് എത്താൻ സാധിച്ചില്ല, അവിടെ വിഷമിക്കേണ്ട കാര്യമില്ല. 2025 ഈ CUET എക്സാമിനേഷൻ ആവട്ടെ, നീറ്റ് എക്സാമിനേഷൻ ആവട്ടെ, JEE എക്സാം ആവട്ടെ, കുസാറ്റ്, കീം എക്സാമിനേഷൻ ഏതുമാവട്ടെ, എൻട്രൻസ് എക്സാമിനേഷന് നല്ലൊരു വിജയം നേടാൻ ആൽഫയുടെ റിപ്പീറ്റർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതുപോലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നിങ്ങളുടെ ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ വേണ്ട എല്ലാ അവസരങ്ങളിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും കെയർ ചെയ്യാനും വിജയത്തിലേക്ക് എത്തിച്ചു തരാനും ആൽഫ അക്കാഡമി കൂടെയുണ്ട് എന്നുള്ള ആശംസകളോടെ ബെസ്റ്റ് വിഷസ്.